ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവരും സുഖമായിരിക്കുന്നത് വിചാരിക്കുന്നു കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഉലുവ പാലിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ഉലുവ പാലെന്ന് പറയുമ്പോൾ ഒരു ഡ്രിങ്കാണ്, വളരെയധികം ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ള ഒരു ഡ്രിങ്കാണ് കേട്ടോ. പ്രത്യേകിച്ച് കർക്കിടക മാസത്തിൽ തീർച്ചയായിട്ടും നമ്മൾ കുടിച്ചിരിക്കേണ്ട ഒന്നാണ് കേട്ടോ ഈ ഒരു ഉലുവ പാലെന്ന് പറയുന്നത്. നമ്മൾ ഈ കർക്കിടക കഞ്ഞി അല്ലെങ്കിൽ ഉലുവ കഞ്ഞിയൊക്കെ നമ്മൾ തയ്യാറാക്കില്ലേ, അപ്പോൾ അതേപോലെ തന്നെ നമുക്കിപ്പോൾ അത് കുടിക്കാൻ താല്പര്യമില്ല, കഞ്ഞിയോട് വലിയ താല്പര്യമൊന്നും ഇല്ല, അല്ലെങ്കിൽ എല്ലാ ദിവസവും കഞ്ഞി കുടിക്കുന്നതിനേക്കാളും നമുക്കൊരു മാറ്റം വേണമെന്ന് തോന്നുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കുടിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ഒരു സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ഈ ഒരു ഉലുവ പാലെന്ന് പറയുന്നത്. വളരെ കുറച്ച്, അതായത് വെറും 2 ചേരുവകൾ മാത്രം മതി കേട്ടോ ആക്ച്വലി ഈ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇത് മുതിർന്നവർക്കും അതേപോലെ ചെറിയ കുട്ടികൾക്കൊക്കെ കുടിക്കാൻ പറ്റുന്നതും ഉലുവയുടെ കയ്പ്പ് രസം ഒട്ടും തന്നെ അറിയാൻ പറ്റാത്ത രീതിയിലാണ് നമ്മൾ ഈ ഒരു ഡ്രിങ്ക് തയ്യാറാക്കി എടുക്കുന്നത് കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം ഒരു തവണയെങ്കിലും ഈ ഡ്രിങ്ക് ഒന്ന് ഉണ്ടാക്കി വെക്കണം. അത്രയും നല്ലൊരു ടേസ്റ്റാണ്. പ്രത്യേകിച്ചും അതിൻ്റെ ഗുണങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിൽ എല്ലാ ദിവസവും നിങ്ങൾക്കിത് കുടിക്കാൻ തോന്നും. അപ്പോൾ എന്തായാലും ഞാനിവിടെ ഉലുവ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഒരു 2 ടേബിൾ സ്പൂൺ ഉലുവയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് 2 ഗ്ലാസ്, അതായത് 2 പേർക്കുള്ള ഡ്രിങ്ക് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുള്ളത് കേട്ടോ. ഈ ഒരു 2 ടേബിൾ സ്പൂൺ ഉലുവ നന്നായിട്ട് കഴുകിയതിന് ശേഷം അതായത് ടാപ്പ് വാട്ടർ അല്ല, നമ്മൾ കുടിക്കുന്ന വെള്ളം ഉണ്ടല്ലോ, ആ ഒരു വെള്ളം ഒഴിച്ചിതിടുക. കാരണം നമുക്ക് ഈ ഒരു വെള്ളം ചേർത്തിട്ടാണ് നമ്മളിനി ഇത് കുക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതൊരു ഓവർ നൈറ്റ് വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ. അപ്പോൾ ഇത് രാവിലെ കുടിക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു ഓവർ നൈറ്റ് ഇതിങ്ങനെ സോക്ക് ചെയ്യാൻ വെക്കുക. അതിനുശേഷം നമ്മൾ രാവിലെ എടുക്കുമ്പോഴേക്ക് ഇത് നന്നായിട്ട് കുതിർന്ന് കിട്ടും. ഇത് കുതിർന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഈ ഒരു വെള്ളത്തോട് കൂടി തന്നെ നമുക്കിത് കുക്ക് ചെയ്തെടുക്കണം. അപ്പം ഞാനിവിടെ കുതിർക്കാൻ വെച്ചിരുന്ന ഉലുവ നന്നായിട്ട് കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു പ്രഷർ കുക്കറിനകത്ത് ഇട്ടിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. പ്രഷർ കുക്കറായിരിക്കും നല്ലത് കേട്ടോ, അപ്പോൾ പെട്ടെന്ന് കുക്കായി കിട്ടും. അപ്പോൾ ഇത് ഞാൻ പ്രഷർ കുക്കറിനകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഈ ഒരു കുക്കറിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുമ്പോൾ ഇതിൽ നമ്മൾ ഒഴിച്ചിട്ടുള്ള ഒരു വെള്ളത്തിൻ്റെ അളവില്ലേ, ഒരു 2 ടേബിൾ സ്പൂണിന് ഒരു 1/2 കപ്പിന് മേലെ ഞാൻ വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അത്രയും തന്നെ വെള്ളവും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ ഈ ഉലുവ ഒന്ന് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനുശേഷം നമുക്ക് ഇതൊരു 3 വിസിൽ വരുന്നത് വരെ, അത് ഓരോരുത്തരുടെ കുക്കറിൻ്റെ ആ ഒരു എത്ര വിസിലാണ് നിങ്ങൾക്ക് ഇത് ഏകദേശം വേണ്ടെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ. അപ്പോൾ എനിക്കൊരു 3 വിസിലാവുമ്പോഴേക്കും ഇത് നന്നായിട്ട് കുക്ക് ചെയ്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനൊരു 3 വിസിൽ വരെ കൊടുത്തിട്ട് സ്റ്റൗ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി അതിൻ്റെ ചൂട് കംപ്ലീറ്റ് ആയിട്ട് മാറി പ്രഷറൊക്കെ പോയതിന് ശേഷം മാത്രം നമുക്കത് ഓപ്പൺ ചെയ്യാം. ഇനി നമുക്കിതിൽ വേണ്ട രണ്ടാമത്തെ ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് കോക്കനട്ട് മിൽക്ക് അല്ലെങ്കിൽ തേങ്ങാപ്പാൽ കേട്ടോ. നമുക്ക് നല്ല തിക്കായിട്ടുള്ള തേങ്ങാപ്പാൽ വേണം. അപ്പം നമ്മളിവിടെ ഒരു 2 കപ്പ് ഡ്രിങ്ക് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനൊരു 1.5 കപ്പോളം തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നിങ്ങൾ ഈ ഒരു ഡ്രിങ്ക് കുടിക്കുന്നത് മധുരം ചേർത്തിട്ടാണെങ്കിൽ അതിലേക്ക് നിങ്ങൾക്ക് പനം ശർക്കര അല്ലെങ്കിൽ നമ്മുടെ ശർക്കരയോ ചേർത്തിട്ട് നിങ്ങൾക്ക് അതായത് മധുരം ആഡ് ചെയ്തിട്ട് ഇത് കുടിക്കാവുന്നതാണ് കേട്ടോ. ഇല്ല പ്രമേഹം അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഉപ്പ് ചേർത്തിട്ട് ഇത് കുടിക്കാവുന്നതാണ്. അപ്പോൾ ഇതൊരു 3 വിസിൽ കേട്ട് നമ്മൾ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, ഇപ്പോൾ അത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതായത് ഇതിൻ്റെ പ്രഷർ കംപ്ലീറ്റ് പോയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നല്ല സ്മൂത്തി ആക്കി എടുക്കണം കേട്ടോ. അപ്പോൾ ഞാനൊരു 2 ബാച്ചായിട്ടാണ് ഇതാക്കുന്നത്. നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കുമ്പോൾ തന്നെ നല്ല പതഞ്ഞിട്ട് അതായത് തരികളൊന്നും ഇല്ലാതെ, നമ്മൾ ഓൾറെഡി കുക്ക് ചെയ്തതല്ലേ, അപ്പോൾ തരികളൊന്നും ഇല്ലാതെ നല്ല സ്മൂത്തായിട്ട് കിട്ടും കേട്ടോ. അപ്പം ഇപ്പോൾ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഞാൻ നന്നായിട്ട് ഇത് അടിച്ചെടുത്തിട്ടുണ്ട്. ജസ്റ്റ് നമ്മളൊന്ന് സത്യത്തിലൊരു പൾസ് കൊടുക്കുമ്പോൾ തന്നെ ഇത് നല്ല രീതിയിൽ പേസ്റ്റായിട്ട് വരും. ഇനി നമ്മളിത് മധുരം ചേർത്തിട്ടാണ് കുടിക്കുന്നതെങ്കിൽ ഈ ഒരു സമയത്ത് നമ്മളത് ആ ഒരു ശർക്കരയോ പനശർക്കരയോ ഉരുക്കിയിട്ട് അതോടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. നിങ്ങൾ ഉപ്പാണ് ചേർക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക ഈ സമയത്ത്. അപ്പോൾ ഇവിടെ ഞാനിപ്പോൾ മധുരം ചേർക്കുന്നുണ്ട് കേട്ടോ. ഈ മധുരം കൂടി ചേർക്കുമ്പം കറക്റ്റ് ഒരു ഷേക്കൊക്കെ ഇല്ലേ, ഷേക്ക് പോലെയാണ് ഇരിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് ഒട്ടും തന്നെ കയ്പ്പ് രസം നമുക്ക് ഫീൽ ചെയ്യേയില്ല, വളരെ ടേസ്റ്റിയാണ്. അപ്പം ഞാനിവിടെ ഈ മധുരം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ളൊരു തേങ്ങാപ്പാലുണ്ടല്ലോ അതുകൂടി നമുക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനൊരു പകുതി ചേർത്തപ്പോഴേക്കും നല്ല തിക്കായിട്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഒന്ന് ലൂസാവാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഒരു പകുതി ചേർത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു കേട്ടോ. അപ്പോൾ കുറച്ച് തിക്കായിട്ടായിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ ഒരു തിക്നെസ് വേണമെങ്കിൽ ഇങ്ങനെ കുടിക്കാം, ഇല്ലെങ്കിൽ നമുക്ക് ആ ബാക്കി തേങ്ങാപ്പാലോട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പം ഞാൻ ബാക്കിയോടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പം നമ്മുടെ ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളിത് കുക്ക് ചെയ്യുക ഒന്നും വേണ്ട കേട്ടോ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി നമ്മൾ കുക്ക് ചെയ്തതാണല്ലോ. നമ്മൾ ഉലുവ കുക്ക് ചെയ്തു, അതേപോലെ തന്നെ നമ്മൾ ശർക്കര നമ്മൾ ഉരുക്കിയിട്ടാണ് ഒഴിച്ചത്. പിന്നെ തേങ്ങാപ്പാൽ പിന്നെ കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നമ്മൾ ഈ ഒരു മധുരം ഒന്ന് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മാത്രം ഒരു നുള്ളു ഉപ്പൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇപ്പം നമ്മുടെ ഡ്രിങ്ക് ശരിയായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഡ്രിങ്ക് നല്ലൊരു ഹെൽത്ത് ബെനിഫിറ്റ് തരുന്ന ഒന്നാണ് കേട്ടോ. നമ്മുടെ ശരീരവേദന അതേപോലെ തന്നെ നമ്മുടെ ആരോഗ്യ പ്രശ്നങ്ങൾ
പ്രശ്നങ്ങളായിട്ടുള്ള ഇപ്പോൾ നമുക്ക് പ്രമേഹമുണ്ടെങ്കിൽ പ്രമേഹം, കൊളസ്ട്രോള്, സന്ധിവേദന, അതേപോലെ തന്നെ മലബന്ധം അല്ലെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ, പിന്നെ മുടി കൊഴിച്ചിൽ, ഉറക്കമില്ലായ്മ, അങ്ങനെ ഒരുപാട് നമ്മളിപ്പം നേരിടുന്ന പല പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമാണ് കേട്ടോ ഇത്. നമ്മളതേപ്പോൾ ഈ ഡ്രിങ്കായിട്ട് തന്നെ കുടിക്കണമെന്നല്ല പറയുന്നത്, ഉലുവ കഴിക്കുന്നത് കൊണ്ട്. അപ്പം നമുക്ക് ഉലുവ ഏത് രീതിയിൽ കഴിക്കാമെന്ന് തീരുമാനിക്കുന്നത് നമ്മളാണ്. അപ്പം നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് കഞ്ഞിയായിട്ടാണെങ്കിൽ കഞ്ഞി ഉണ്ടാക്കി കഴിക്കാം, ഉലുവ ലേഹിയായിട്ട് കഴിക്കാൻ പറ്റും, അതേപോലെ തന്നെ നമുക്കിങ്ങനെ ഉലുവ പാലാക്കി കുടിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഈ ഒരു ഉലുവ പാൽ കുടിക്കുമ്പോൾ നമുക്കൊരു ഷേക്കൊക്കെ കുടിക്കുന്ന ഒരു ഫീലാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ കുട്ടികളും കുടിക്കും, ഒട്ടും തന്നെ കയ്പ്പ് രസം നമുക്ക് ഫീൽ ചെയ്യില്ല. ഉലുവ ചേർത്തിട്ടാണ് ഉണ്ടാക്കിയെന്നുള്ളത് അറിയാനേ പറ്റില്ല കേട്ടോ കുട്ടികൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ. പക്ഷേ ഇതിനൊരു പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ. അത് നിങ്ങൾ ഒരു തവണയെങ്കിലും ഉണ്ടാക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് കർക്കിടക കഞ്ഞി അല്ലെങ്കിൽ ഉലുവ കഞ്ഞിയൊക്കെ ഉണ്ടാക്കുന്നതിനൊരു സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കാവുന്നതാണ് കേട്ടോ. ഇടയ്ക്കൊരു ചേഞ്ചിന് വേണ്ടിയിട്ട് ഇത് ഉണ്ടാക്കി കുടിക്കാം. അപ്പോൾ ഉലുവ കഞ്ഞിയുടെ റെസിപ്പി ഓൾറെഡി നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കണ്ടു നോക്കൂ. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഉപകാരപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.